ഹായ് എവരിബഡി. ഈ സെഷനിൽ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം അക്കൗണ്ട്സ് ബുക്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെഷീൻ വാങ്ങുന്ന സമയത്ത് നമ്മളതിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ വാങ്ങും. അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ വാങ്ങാനുള്ള ഒരു സിസ്റ്റമാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം പ്രകാരം നമ്മൾ വാങ്ങുന്ന സമയത്ത് അസറ്റിൻ്റെ പൊസഷൻ നമ്മളതിലേക്ക് വരും, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് വരുന്നത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം എങ്ങനെയാണ് ബയറുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് സെല്ലറുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ബയറുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം ജേണൽ എൻട്രീസാണ് എഴുതേണ്ടി വരിക. ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ ആദ്യം അസറ്റ് നമ്മൾ അതിലേക്ക് വരും. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് എൻട്രി വരുന്നത് അസറ്റ് നമ്മൾ അതിലേക്ക് വരുന്നു, ഹയർ വെൻഡറുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അറ്റ് ടു വെൻഡറാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് ക്യാഷ് പോകുന്നു, വെൻഡർ കയ്യിലേക്കാണ് പോകുന്നത്, വെൻഡർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നെക്സ്റ്റ് ഇത് നമ്മൾ എപ്പോഴാണോ അസറ്റ് വാങ്ങുന്ന സമയത്ത് ആ സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ഈ രണ്ടെണ്ണം. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ ഇൻട്രസ്റ്റ് വെൻഡർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു വെൻഡർ എന്നാണ് ജേണൽ എൻട്രി വരും. ഓക്കെ, നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ആ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ വെൻഡർക്ക് കൊടുക്കുന്നു. ദെൻ ജേണൽ എൻട്രി വരിക വെൻഡർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, വെൻഡർക്ക് ക്യാഷ് കൊടുക്കുന്നു. ദെൻ നമ്മൾ അസറ്റാണ് യൂസ് ചെയ്യുക, അസറ്റാണ് വാങ്ങിയത്. ആ അസറ്റ് നമ്മൾ ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്താൽ അത് ഡിപ്രീസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രിയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. ഈ ഡിപ്രീസിയേഷൻ ആയാലും ഇൻട്രസ്റ്റ് ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ മാറ്റണം. അതിനുള്ള ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇത് നമ്മളുടെ ബയറുടെ ബുക്കിലെ ജേണൽ എൻട്രി ആണ്. ഇനി വെൻഡറുടെ ബുക്കിലെ ജേണൽ എൻട്രി ആണ്. സെല്ലറുടെ ബുക്കിലെ ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. സ്ക്രീനിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് കാണും. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് വെൻഡറുടെ ബുക്കിലെ ജേണൽ എൻട്രി. ഓക്കെ, വെൻഡറുടെ ബുക്കിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ സെയിൽസ് നടക്കുന്ന സമയത്ത് വെൻഡറാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ബയർക്കാണ് സെയിൽ ചെയ്യുന്നത് നമുക്കറിയാം. ജേണൽ എൻട്രി വരുന്നത് ഫസ്റ്റ് ജേണൽ ഹയർ ബയർ അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ് സെയിൽ. ഹയർ ബയർ അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ് സെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ വെൻഡറാണ്, വിൽക്കുന്ന ആളാണ്, നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുക. നമ്മളെ ബാങ്കിലേക്ക് പൈസ വരും. ഇപ്പോൾ ജേണൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഹയർ ബയർ. ദെൻ ഇത് രണ്ടും നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ്. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. അപ്പോൾ ജേണൽ ഹയർ ബയർ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയം, ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളെ ബാങ്കിലേക്ക് പൈസ വരും. ഹയർ ബയറാണ് തരുന്നത്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഹയർ ബയർ. റെഡി? നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഇൻകമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുമോ നമുക്കറിയാം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെഡി? ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ശ്യാം എന്ന് പറയുന്ന ആൾ ഒരു ട്രക്ക് വാങ്ങുന്നുണ്ട് ഭാരത് മോട്ടോഴ്സിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ ക്യാഷ് പ്രൈസ് 8 lakh rupees ആണ്. ഡൗൺ പേയ്മെൻറ്റ് 2 lakh ആണ്. ബാലൻസ് കൊടുക്കുന്നത് 3 annual ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ഇൻട്രസ്റ്റ് 5% ആണ്. ഡിപ്രീസിയേഷൻ 10% ആണ്. ജേണൽ എൻട്രിയും ലെഡ്ജർ അക്കൗണ്ട്സും ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ആ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഫർമേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം 8 lakh ആണ്, ക്വസ്റ്റ്യനിലുള്ളതാണ്. ഡൗൺ പേയ്മെൻറ്റ് 2 lakh ആണ്. അപ്പോൾ നമ്മൾ ബാക്കി, അതായത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ട് 2 lakh ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി കൊടുക്കാനുള്ളത് 6 lakh rupees ആണ് ബാലൻസ് ഉണ്ടാവുക. ആ 6 lakh rupees നമ്മൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 6 lakh ഡിവൈഡഡ് ബൈ 3 2 lakh ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൊടുക്കണേ, ശ്രദ്ധിക്കണം.
ദെൻ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് പറയാം. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട് 10% ആണ്. ഏത് മെത്തേഡാണെന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് അസ്യൂം ചെയ്യാം. അപ്പോൾ 80,000 റുപ്പീസ് ആയിരിക്കും. 8 ലാക്കിൻ്റെ 10% 80,000 റുപ്പീസ് ആയിരിക്കും ആനുവൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. അതിന് ഇൻട്രസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയർ 6 ലാക്കിനാണ്. 6 ലാക്കിൻ്റെ 5% 30,000 ആണ് ഇൻട്രസ്റ്റ് വരിക. സെക്കൻഡ് ഇയർ ആണെങ്കിൽ 4 ലാക്കിന് ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. കാരണം എന്താണ്, ആ 6 ലാക്കിൽ നിന്ന് 2 ലാക്ക് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. അപ്പോൾ എന്താണ് 4 ലാക്ക് ഉണ്ടാവും, നമ്മൾ കൊടുക്കാനുള്ളത് 4 ലാക്ക് ഉണ്ടാവും. 4 ലാക്കിൻ്റെ 5% 20,000 സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 4 ലാക്ക് വീണ്ടും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്താൽ ലാസ്റ്റ് 2 ലാക്കിന് കൊടുക്കാനുണ്ടാവും. ലാസ്റ്റത്തെ ഇൻട്രസ്റ്റ് 2 ലാക്കിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജേണലിലേക്ക് പോകാം. ജേണലിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റത്തെ ജേണൽ എൻട്രി ട്രക്ക് വാങ്ങുന്ന സമയത്താണ്. ട്രക്ക് വാങ്ങുന്ന സമയത്ത് ട്രക്ക് നമ്മളെ കയ്യിലേക്ക് വരുന്നു. എന്താണ്, ട്രക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഭാരത്. ട്രക്കിൻ്റെ പൈസ എത്രയാണ്? 8 lakh റുപ്പീസാണ് നമുക്കറിയാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ല ഡൗൺ പേയ്മെൻറ്റ് തരുന്നു. അപ്പോൾ ഭാരത് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ഭാരതിന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും സെയിം ജേണൽ എൻട്രീസ് തന്നെയാണ്. സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു 30,000. ദെൻ ഭാരതിന് 2 lakh പ്ലസ് ഇൻട്രസ്റ്റ് 2,30,000 കൊടുക്കുന്നു. 2,30,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് പ്ലസ് എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2 lakh പ്ലസ് ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് 30,000. അതാണ് ഈ 2,30,000 വരുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ്. 80,000 കൊടുക്കുന്നു. ദെൻ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. റെഡി? ദെൻ സെക്കൻഡ് ഇയറിലും സെയിം ജേണൽ എൻട്രി ആണ് വരുന്നത്. ആ സെയിം ജേണൽ എൻട്രി വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് അവിടെ 20,000 ഉണ്ടാവത്തുള്ളൂ. ആ 20,000 പ്ലസ് 2 lakh 2,20,000 ആണ് നമുക്ക് കിട്ടുന്നത്. റെഡി? ദെൻ ഇതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർത്ത് ഇയറിലും സെയിം ആണ്. ഫോർത്ത് ഇയറിൽ ഇൻട്രസ്റ്റ് 10,000 ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രക്ക് അക്കൗണ്ട് വരക്കണം. ഇവിടെ ട്രക്കാണ് വാങ്ങുന്നത്. ട്രക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ്, ഭാരത് ലിമിറ്റഡിൻ്റെ എടുക്കുന്നതാണ് വാങ്ങുന്നത്. ഭാരത് ലിമിറ്റ്. അപ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം എന്താണ്, ട്രക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഭാരതാണ്. അപ്പോൾ ട്രക്ക് അക്കൗണ്ടിൽ ടു ഭാരത് 8 lakh. ഓക്കെ, അത് തന്നെയാണ്. ആ വർഷം വേറെ ഒന്നുമില്ല. സെയിം എമൗണ്ട് ബാലൻസ് എഴുതുന്നു. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് 80,000 ഡിപ്രീസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ബാലൻസ് 7,20,000 ആണ് ഉണ്ടാവുക. അത് തേർഡ് ഇയർ ഈ 7,20,000 തേർഡ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 80,000 ലെസ് ചെയ്തതിന് ശേഷം ബാലൻസ് 6 lakh സംതിങ് ആണ് ഉണ്ടാവുക. ആ 6,40,000 നമ്മൾ ഫോർത്ത് ഇയറിലേക്ക് മാറ്റുന്നു. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ട്രക്ക് അക്കൗണ്ട് ഓക്കെ ആയി. നെക്സ്റ്റ് അതേപോലെ ഭാരത് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടും വരക്കുന്നു. ഭാരത് ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് എന്താണ്, ഭാരത് ലിമിറ്റഡിൻ്റെ അടുത്ത് നമ്മൾ ട്രക്ക് വാങ്ങിയ വകയിൽ നമുക്ക് 8 lakh കൊടുക്കാനുണ്ട്. 8 lakh കൊടുക്കാനുണ്ട്. ആ 8 lakh ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ 2 lakh ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ബാക്കി 6 lakh. ദെൻ ആ 6 lakh ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ദെൻ 2,30,000 കൊടുക്കുന്നു. ബാലൻസ് കൊടുക്കാനുള്ളത് 4 lakh. നെക്സ്റ്റ് നമ്മൾ ആ എമൗണ്ട് 4 lakh ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് 20,000. അപ്പോൾ 4,20,000 ഉണ്ടാവും. ആ 4,20,000 ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 2 lakh പ്ലസ് ഇൻട്രസ്റ്റ് 20,000 2,20,000 കൊടുക്കുന്നു. ബാലൻസ് 2 lakh കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഫോർത്ത് ഇയറിൽ നമ്മൾ 2 lakh ആണ് കൊടുക്കാനുള്ളത്. 1 ഇയറിൽ ഇൻട്രസ്റ്റ് 10,000 ആണുള്ളത്. അതായത് 2 lakhൻ്റെ 5% നമ്മൾ ജേണൽ എഴുതിയാണ്. ദെൻ അപ്പോൾ 2,10,000 തന്നെ 2 lakh പ്ലസ് 10,000 2,10,000 തന്നെ കൊടുക്കുന്നു. ദെൻ ഭാരതിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ എന്താണ്, ഇയാളുടെ ബുക്കിലെ ജേണൽ എൻട്രി കഴിഞ്ഞു. ബയറുടെ ബുക്കിലെ ജേണൽ എൻട്രി കഴിഞ്ഞു. ഇനി വെൻഡറുടെ ബുക്കിലെ ജേണൽ എൻട്രി ആണ്.
ജേണൽ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? ഫസ്റ്റ് ശ്യാമാണ് ബയർ. ശ്യാം അക്കൗണ്ടഡ് ടു ഹയർ സെയിൽസ് 8 lakh വരുന്നുണ്ട്. ദെൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൽ 3 എൻട്രിയാണ് വരുന്നത്. ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ദെൻ ഇൻട്രസ്റ്റ് പ്ലസ് 2 lakh ഇൻസ്റ്റാൾമെൻറ്റ് 2,30,000 അവരുടെ നിന്ന് കിട്ടുന്നു. ദെൻ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. തേർഡ് ഇയറിലും സെയിം ജേണൽ എൻട്രി. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നു. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഫോർത്ത് ഇയറിലും സെയിം ജേണൽ എൻട്രിയാണ് വരുന്നത്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഭാരത് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടും കൂടി വരക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.